ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കുഞ്ഞു ഡേ മൈ ലൈഫാണ് കേട്ടോ. ഈവനിങ് വരെയുള്ള ചെറിയൊരു ഒരു മിനി വ്ളോഗ് എന്ന് പറയാം. അപ്പോൾ ഇന്ന് രാവിലെ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. പുട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത് പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ്. അതാകുമ്പോൾ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്യാറ്. പിന്നെ കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കടല, സവാള, പച്ചമുളക്, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചിരുന്നു. തേങ്ങയിൽ കണ്ട ഒരു പൊങ്ങ് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ ചിലപ്പോൾ ഉണ്ടാവാറില്ലെങ്കിൽ മധുരമൊന്നും ഉണ്ടാവില്ല, ഒരു വാടിയൊരു അവസ്ഥയായിരുന്നു. പക്ഷെ ഇന്നൊരു മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുട്ടിന് നനച്ചുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ നമ്മൾ മിന്നുക്കുട്ടിക്ക് പുട്ട് ഇഷ്ടമാണ് കേട്ടോ. അവൾക്ക് എല്ലാ ദിവസവും കൊടുത്താൽ അവൾ കഴിക്കും. അവളിപ്പോൾ ഇന്നുണ്ടാക്കിയ 3 നേരം അതന്നെ ആയിരിക്കും കേട്ടോ കഴിക്കുക. അപ്പോൾ അവൾക്ക് ഇഷ്ടമായതുകൊണ്ട് ഉണ്ടാക്കണേ. ഇന്ന് അവൾക്ക് സ്കൂളും ഇല്ല, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സ്കൂളുള്ള ദിവസങ്ങളിലാണെങ്കിൽ ചപ്പാത്തി, ദോശ, ഇഡ്ഡലി അങ്ങനെ മാറി മാറിയിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മിട്ടുക്കുട്ടിന് സ്കൂളും ഉണ്ട്. അപ്പം കുഴപ്പമില്ല, അവന് കുറച്ച് 8:45 പോയാൽ മതി. അപ്പോൾ ശരിയെന്ന് പറഞ്ഞ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചായ ആയി, പുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഏട്ടന് ചായ കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ കടലക്കറിക്ക് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയിൽ പെരിഞ്ചീരകം, കുരുമുളക്, കുറച്ച് ഒരു സവാള, ഒരു നുള്ള് തേങ്ങ, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട് മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ പല ടൈപ്പിലുണ്ടാക്കുക, അതിലൊരു വേർഷനാണത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടി ഇട്ടില്ല കേട്ടോ, അത് നമുക്ക് കടല വേവിക്കുമ്പോൾ ഇട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ മിട്ടുക്കുട്ടനെ അതിൻ്റെ ഇടയിൽ കൂടെ റെഡിയാക്കിയായിരുന്നു സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ മിട്ടുക്കുട്ടന് പുട്ടും കടലയും കൊടുത്ത് സ്കൂളിലേക്ക് ഞാൻ പറഞ്ഞയച്ചു കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയിൽ അതൊക്കെ നടന്നായിരുന്നു. പിന്നെ ഏട്ടൻ അവനെ വിട്ട് സ്കൂളിൽ നിന്ന് തിരിച്ച് വന്ന് വർക്ക് ഫ്രം ഹോം ആണല്ലോ, ജോലിക്ക് ഇരുന്നു. ഏട്ടന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തായിരുന്നു, പുട്ടും കടലയും. ഇടയ്ക്ക് പഴം ഉണ്ടാവാറുണ്ട്, ഇന്ന് പഴം കിട്ടിയില്ല കേട്ടോ. പിന്നെ എനിക്ക് ഉച്ചയ്ക്ക് പച്ചമുളക് ഇല്ല എന്ന് പറഞ്ഞ് താഴത്തെ കടയിൽ പോകേണ്ടി വന്നു കേട്ടോ. താഴെ തന്നെ ഒരു പച്ചക്കറി കടയുണ്ട് ഞങ്ങൾക്ക്. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ അവിടെ കിട്ടും കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ എത്തി. ഞങ്ങളുടെ തക്കാളി നോക്കും, മഹാരാഷ്ട്രീയൻ തക്കാളി, എന്ത് ഭംഗിയാലേ കാണാൻ, ഒരു ആപ്പിൾ തക്കാളി മോഡലില്ലേ. അപ്പോൾ തക്കാളി പച്ചടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്കുള്ള ഫുഡിനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അപ്പോൾ തക്കാളി പച്ചടി ദാലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, മഹാരാഷ്ട്രീയൻ ദാല. അതാകുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, കഴിച്ചോളൂ, 2 പേരും കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ദാലും തക്കാളി പച്ചടിയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഉണ്ടായിരുന്നത്. പിന്നെ മുതിരത്തോരൻ ഉണ്ടായിരുന്നു കേട്ടോ മിഞ്ഞാന്നത്തെ. പിന്നെ ഈവനിങ് അടുത്ത വിങ്ങിൽ ഹൽദി കുങ്കുമത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞില്ല ഒരു ഹൽദി കുങ്കുമത്തിന് പോകുന്നത്, സാരി കൊടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് പറ്റിയില്ല, ടൈം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ ടെറസിൻ്റെ മുകളിൽ കൂടെയാണ് അപ്പുറത്തെ വിങ്ങിൽ പോകുന്നത്. അപ്പോൾ ഞാൻ ആ സമയത്തുള്ള സൺസെറ്റും ആ ബിൽഡിങ്ങുകളുടെ ചുറ്റുമുള്ള ബിൽഡിങ്ങുകളുടെ കാഴ്ചകൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞെടുത്ത വീഡിയോ ആണ് കേട്ടോ. എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായോ? ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട് കേട്ടോ, ഇതൊന്നും അല്ല, ഞാൻ കുറച്ചേ എടുത്തുള്ളൂ കേട്ടോ. ഇനി ഒരിക്കലും കാണിച്ചു തരാവേ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. ഇതായിരുന്നു അവിടുത്തെ ഞങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് അവർ ഒരു കയ്യിൽ തന്നായിരുന്നു. പിന്നെ തിരിച്ച് വീട്ടിലെത്തി. അപ്പോഴേക്കും വിളക്ക് വെക്കണ സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിളക്കൊക്കെ വെച്ചു കേട്ടോ. അപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് എള്ളുണ്ട കിട്ടിയായിരുന്നു. ഒരു വെളുത്തൊരു, എനിക്ക് ആ സാധനത്തിൻ്റെ പേര് മറന്നുപോയി, നല്ല മധുരമുള്ള ഒരു സാധനം കിട്ടിയായിരുന്നു, കുഞ്ഞായിട്ടുള്ളത് കേട്ടോ. പിന്നെ കയ്യിൽ കിട്ടിയായിരുന്നു, ഒരു പൂവ് കിട്ടിയായിരുന്നു. അപ്പോൾ മിന്നുക്കുട്ടിക്ക് എള്ളുണ്ട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനും അവളും കൂടിയിട്ട് എള്ളുണ്ട തന്നെയാണ്. നല്ല സോഫ്റ്റായ എള്ളുണ്ടായിരുന്നു. കാരണം ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ചത് ഭയങ്കര കടക്കായിരിക്കും കേട്ടോ. ഇത് നല്ല സോഫ്റ്റായിരുന്നു, അവർ വീട്ടിലുണ്ടാക്കിയതാ തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ.